ജീവധ്വനിയാൽ കർത്താവാഹ്വാനം ചെയ്തു. ലോവാസാരേ നീ വന്നാലും ശീഘ്രം വെളി മൃഗനോദ്ധാനം ചെയ്തുമുതാ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ 41ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ 21 വയസ്സുകാരനെ ഒന്ന് ഓർക്കുകയാണ്. അവനെ അറിയുന്ന എല്ലാവരും ഒരുപാട് ഭാരപ്പെട്ടു, ഒരുപാട് സങ്കടപ്പെട്ടു. എല്ലാ കീമോയും അവസാനിച്ച് മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സുന്ദരനും സുമുഖനുമായ ആ മകൻ അന്ന് ആ അവസാന ദിവസം ആര് കണ്ടാലും മിഴികൾ അടയ്ക്കുന്ന രംഗം, വൈകൃതമായ തൻ്റെ മുഖഭാവം. ആ സമയത്ത് അവൻ്റെ ദേവാലയത്തിലെ അച്ഛൻ അവനെ കാണുവാനായി ഓടി ആശുപത്രിയിലേക്ക് വന്നു. ഒരു സങ്കടത്തോടു കൂടി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് സങ്കടമുണ്ടോ? അവൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു, ഇല്ല അച്ചോ, എനിക്ക് ഒരു സങ്കടവുമില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എന്നെ സൗഖ്യം നൽകും. അതിനുശേഷം അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇല്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഒരിക്കലും അവനെ വിട്ടു പോകില്ല. ഈ ഉത്തരം ഇവിടെ നിൽക്കട്ടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതാണോ സംഭവിക്കുന്നത്? നാം എപ്പോഴും പ്രാർത്ഥിക്കും, നാം എപ്പോഴും യാചിക്കും, എപ്പോഴും ദേവാലയത്തിൽ പോകും, പക്ഷേ ഒരു സമാധാനവും ഉണ്ടാകില്ല. ഒരു അനുഗ്രഹവും ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണല്ലോ ഒരുപക്ഷെ നമ്മളിൽ പലരും. ഇന്ന് ലാസറിൻ്റെ ശനി, ലാസറിനെ ഉയർപ്പിച്ച ദിവസമാണ് ഇന്ന്, എല്ലാവർക്കും അറിയാം. ഒരു വിചിത്രമായ സുവിശേഷമാണ് ഇന്നത്തെ ഏവെങ്കിലും ഭാഗം. കാരണം യേശു തമ്പുരാൻ മാർത്തിയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ അവൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും യേശു തമ്പുരാൻ പോയില്ല. ഏറെ വിചിത്രമായ സംഭവമാണ് ഇന്ന് നടക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവൻ ഇത്രമാത്രം സ്നേഹിച്ചവൻ, അവനെ ഇത്രയും ബഹുമാനിച്ചവൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? യേശു തമ്പുരാന് ലാസറിനെ സുഖപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അവനെ ഉയർപ്പിക്കുന്നതാണ് എന്ന് അവൻ അറിയാമായിരുന്നു. സ്നേഹമുള്ളവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അവൻ്റെ സമയം നമ്മുടെ സമയത്തേക്കാൾ മികച്ചതാണ്. അവൻ്റെ സമയത്ത് സർവ്വതും സംഭവിക്കും. നമ്മളെല്ലാവരും ഒരുക്കമുള്ളവരായി അവനോട് ചേർന്നിരിക്കണം. നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, ഒന്ന് യാത്ര ചെയ്യാം. അനേകരെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വചനം പറയുന്നത് പോലെ ഉള്ളങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പൂർണ്ണവും പരിമിതിയില്ലാത്തതും അനന്തവുമായ അവൻ്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ചറിയാം. അവൻ്റെ ആ സ്നേഹത്തെ നമുക്ക് കാൽവരിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിന് ഭാഗ്യം ലഭിക്കട്ടെ. പീഡാസഹനത്തിൻ്റെ നാളുകളിലേക്ക് നമുക്ക് ഒരുങ്ങി ആ ദൈവത്തോട് ചേർന്നിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.